ഹലോ. നമ്മുടെ തൃശ്ശൂർ കുറേ സിനിമകൾ എടുത്തിട്ടുണ്ടല്ലേ. അതിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള, എനിക്കിപ്പോൾ ആ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ആ സിനിമകളെ പറ്റി ഓർമ്മ വരുന്ന ഇത്തിരി സിനിമകളെ പറ്റിയിട്ടാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തെ തൂവാനത്തുമ്പികളാണ്. നമ്മുടെ റൗണ്ട്, മടക്കനാഥൻ, നാരങ്ങവെള്ളം, ദിനി ഒക്കെ കാണിക്കുന്ന സിനിമ. അപ്പോൾ എനിക്ക് ആ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ തൂവാനത്തുമ്പികളുടെ ഓർമ്മ ഇങ്ങനെ വരാറുണ്ട്. പിന്നെയുള്ളത് പൊറിഞ്ചു മറിയം ജോസാണ്. കൊടുങ്ങല്ലൂരുകാർക്കാണ് അത് ഇത്തിരിയും കൂടെ കണക്റ്റായിട്ട് തോന്നുക. മറിയത്തിൻ്റെ വീട്, അവിടുത്തെ പള്ളി, ആ സ്ഥലത്തൊക്കെ എനിക്ക് കൊടുങ്ങല്ലൂർ പോകുമ്പോൾ ആ സിനിമ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഓർമ്മ വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രാഞ്ചേട്ടനാണ്. പ്രാഞ്ചേട്ടൻ പിന്നെ പറയണ്ടല്ലോ, ഒരിപ്രാഞ്ചി. ആ വീടുള്ളത് ചെമ്പുക്കാവാണ് കേട്ടോ. അപ്പോൾ ആ വഴിക്ക് പോകുമ്പോൾ എനിക്ക് ഈ സിനിമ പ്രാഞ്ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും. പിന്നെ അരിയങ്ങാടി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെയുള്ളത് പണിയാണ്. ഈ പണി സിനിമ ഷൂട്ട് ചെയ്ത വീടും അതുപോലെ തന്നെ പ്രാഞ്ചേട്ടൻ ഷൂട്ട് ചെയ്ത വീടും ഏതാണ്ട് അടുത്തടുത്താണ്. പണ്ട് ഞാൻ ആ വഴിക്ക് പോകുമ്പോൾ പണി ഷൂട്ട് ചെയ്ത വീട് ഇങ്ങനെ പണിയിൽ ജോജുവിൻ്റെ വീടായിട്ട് കാണിക്കുന്ന വീടുണ്ടല്ലോ, ആ വീട് ഇങ്ങനെ ഒരു പ്രത്യേക തരം നല്ല രസമുള്ളൊരു വീടാണ്, വലിയൊരു വീട്. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ആ രണ്ട് സിനിമകളാണ്. പിന്നെയുള്ളത് ജോമോൻ്റെ സുവിശേഷമാണ്. ജോമോൻ്റെ സുവിശേഷം ഓർക്കാൻ കാരണം ഞാൻ +1 +2 പഠിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഷൂട്ടിങ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാണ് ഞാൻ ദുൽഖറിനൊക്കെ നേരിട്ട് കാണുന്നത്. എനിക്ക് പിറ്റേ ദിവസം പരീക്ഷ എന്നിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത്, എന്തോ ഓണോ ക്രിസ്മസ് എന്തോ പരീക്ഷ നടക്കുകയാണ്, ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവരെ കണ്ടിട്ടാണ് അന്ന് പോയത്. അപ്പോൾ എനിക്ക് അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ ജോമോൻ്റെ സുവിശേഷം ഷൂട്ട് ചെയ്ത സ്ഥലത്തൊക്കെ പോകുമ്പോൾ ആ സിനിമയുടെ ഓർമ്മ വരാറുണ്ട്. പിന്നെ ഗുരുവായൂർ കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നന്ദനം ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുമ്പോൾ ഓർമ്മ വരലുണ്ട്. പിന്നെ നന്ദനം, ഗുരുവായൂരമ്പല നട വേറെ സെറ്റൊക്കെ ഇട്ടിട്ടാണ് ചെയ്തത്. ഗുരുവായൂരമ്പല നട ഇതൊക്കെ ഉള്ളത്. പിന്നെ മാപ്രാണത്ത് പോകുമ്പോൾ പ്രാവിൻകൂട് ഷാപ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ആ സിനിമ. പ്രാവിൻകൂട് ഷാപ്പ്, മാപ്രാണം സൈഡിക്കൊക്കെ പോകുമ്പോൾ അവിടുത്തെ കള്ള് ഷാപ്പുകൾ ഇതൊക്കെ കാണുമ്പോൾ ആ സിനിമ ഓർമ്മ വരും. പിന്നെ ഇവിടെ അതിരപ്പള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ബാഹുബലിയൊക്കെ അറിയാലോ, അതിരപ്പള്ളിയിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇവിടെ ഒരു ചാലക്കുടി, അതിരപ്പള്ളി, പിന്നെ പയ്യേലത്താട മഴട. എനിക്ക് ഈ അടുത്താണ് ഇൻ്റർവ്യൂ കണ്ടിട്ട് എനിക്ക് മനസ്സിലായി അത് ആ പൈൻ ഫോറസ്റ്റ് അല്ല, അവിടെ ചെയ്യുന്ന ഡാൻസൊക്കെ കളിക്കുന്ന സ്ഥലം ചാലക്കുടി ഉള്ളതാണ്. അവർ പറയുന്നുണ്ടായിരുന്നു മഴയുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, കൃത്രിമ മഴയൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ ഇങ്ങനെ ഒരു സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾക്കൊക്കെ പോകുമ്പോൾ, ഇപ്പോൾ മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്ത കൊട്ടാരത്തേക്കൊക്കെ പോകുമ്പോൾ ആ സിനിമകൾ ഹിറ്റ് ചെയ്യുന്ന പോലെ തന്നെ തൃശ്ശൂരിൻ്റെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കണ്ട സിനിമകൾ ഇങ്ങനെ ഓർമ്മയിൽ വരാറുണ്ട്. ബൈ.